നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വിഷയം ചിലർക്ക് അരോചകമായിട്ട് തോന്നുന്നു, ചിലർക്ക് ആവർത്തന വിരസതയായി തോന്നുന്നു. എങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും ചാനലിലൂടെയും നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും കൂടുതൽ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും എടുത്തത്. രാഹുലിൻ്റെ രണ്ടാമത്തെ പീഡന പരാതി, അല്ലെ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതി. കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2023 സെപ്റ്റംബറിൽ രാഹുൽ മാങ്കൂട്ടം അയാളുടെ സുഹൃത്തായ ഫെന്നി നൈനാൻ ഓടിച്ചിരുന്ന കാറിലൂടെ അടൂർ ടൗണിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചു കയറ്റിക്കൊണ്ടു പോകുന്നു. ഇന്നും സ്ഥലമോ ഹോട്ടലോ ഒന്നും കണ്ടിട്ടില്ലാത്ത, അടൂർ മിക്ക ഹോട്ടലുകൾക്കും പേരുള്ളതുകൊണ്ടും അത് പലർക്കും അറിയാവുന്നതുകൊണ്ടും അതൊന്നുമല്ലാതെ എവിടെയോ ദൂരെയുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി, ഇന്നുവരെ ആ ഹോം സ്റ്റേ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ക്രൂരമായ രീതിയിൽ റൂമിലേക്ക് ചെന്ന സമയത്ത് തന്നെ ക്രൂര ബലാത്സംഗം ചെയ്യുകയും അതിൻ്റെ മാനസികവും ശാരീരികവും ബുദ്ധിമുട്ട് നിലനിൽക്കുമ്പോൾ തന്നെ അടൂർ KSRTC സ്റ്റാൻഡിൽ ഫെന്നി നൈനാൻ തന്നെ കൊണ്ട് വിട്ടിട്ട് പോയി എന്നാണ് പരാതി. പരാതി വന്ന വഴി രാഹുലിൻ്റെ ഒന്നാമത്തെ പരാതിയുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വാദം പറയുന്ന ദിവസം ആ തലേ വൈകിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും ആദ്യം ഒരു ഇമെയിൽ ചെല്ലുന്നു. അതിനുശേഷം ഒരു ഇമെയിൽ വഴി ബാംഗ്ലൂർ സ്വദേശിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു യുവതിയുടെ പരാതി വരുന്നു. ഈ പരാതിക്കാരിയെപ്പറ്റി പലരും പല രീതിയിൽ പലയിടത്തും അന്വേഷണം നടത്തിയിട്ട് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല, ബാംഗ്ലൂരിൽ പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പരാതിക്കാരി മൊഴി കൊടുക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ പരാതി വ്യാജമാണെന്നുള്ള രീതിയിൽ വരികയും ഈ പരാതിയെപ്പറ്റി അന്വേഷിച്ച SIT ഒരു തവണ പോലും ഈ കൂട്ടുപ്രതിയായ ഫെന്നിയെ വിളിക്കാനോ അയാളുടെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ അയാളെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാവാതിരിക്കുകയും എന്തിനേറെ അയാളുടെ വീട്ടുപടിക്കൽ റിപ്പോർട്ടർ ചാനൽ ദിവസങ്ങളോളം കിടക്കുകയായിരുന്നു. മാത്രമല്ല, അടൂർ മുനിസിപ്പാലിറ്റിയിലെ 8ാം വാർഡിൽ മത്സരിച്ച ഈ പറഞ്ഞ ഫെന്നിയുടെ വാർഡിൽ അയാൾ വരുന്ന സമയം വരെ ആ റോഡിൽ, അതായത് തട്ടപത്തനംതിട്ട റോഡിൽ പോത്തനാട് ജംഗ്ഷനിൽ റിപ്പോർട്ടറിൻ്റെ ഒരു വണ്ടിയും ഒരു ലേഖകനും അവിടെ കാവൽ കിടന്നു. എന്തായാലും UDF മേൽക്കെയുള്ള ആ വാർഡിൽ അയാളെ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ഈ പരാതി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അയാൾക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനോ അല്ലെ താൻ ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി കുത്തിയിരിക്കേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളതും ഈ കേസിൻ്റെ നാൾ വഴികളിലെ ഒരു സംഭവമാണ്. അതിനുശേഷം ഈ പരാതിയിൽ മേൽ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുന്നു. മുൻകൂർ ജാമ്യം കിട്ടി 3ാമത്തെ കേസിലും ജാമ്യം കിട്ടിയതിന് ശേഷം രാഹുൽ ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിനു മുമ്പ് തന്നെ 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ SITയുടെ മുമ്പിൽ മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്നു. 3 ദിവസം വരെ സമയം കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം ഈ സ്ത്രീ വിളിച്ചു വന്ന് പോലീസിന് മൊഴി കൊടുത്തു, 164 മൊഴി കൊടുത്തു എന്നാണ് നമുക്ക് പുറത്തറിയാവുന്ന കഥ. ഇതാണ് ഇതിൻ്റെ സമ്മറി ഞാൻ ബ്രീഫ് ചെയ്തത്. അതിനുശേഷം ഈ പരാതിക്കാരി പറയുന്നു, SITക്ക് പരാതി കൊടുക്കുന്നു, ഇയാളെന്നെ വീഡിയോ കോളിൽ വിളിച്ചു വന്നു. ആ കേസ് വന്നു, 1-2 അവധിക്ക് വെച്ചു. 3ാമത്തെ അവധിക്ക് കോടതി വിധി പറഞ്ഞു. കോടതി പറഞ്ഞു, നിങ്ങൾ ഇനി അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്ത സമയത്ത് അറിയാതെ കോൾ പോയതായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഇനി ആ ബ്ലോക്കും ചെയ്യേണ്ട, താൻ വിളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ആ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡിലീറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴാണ് അടുത്ത ഒരു പടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫെന്നി നൈനാൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ കേസ് വ്യാജമാണെന്നും ഈ കേസിലെ പരാതിക്കാരിയായ ആളിനെതിരെയുള്ള പല തെളിവുകളും തൻ്റെ കയ്യിലുണ്ടെന്നും അത് പുറത്തു വിടുമെന്നും അയാൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. അതിനെതിരെ അയാൾക്കെതിരെ പരാതി കൊടുത്തതനുസരിച്ച് സൈബർ സെല്ലിൻ്റെ ആവശ്യപ്രകാരം അയാളുടെ ഫേസ്ബുക്ക് നീക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു, ഈ പരാതിക്കാരി തന്നെ പറയുന്നു, ഇത് രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഫെന്നി നൈനാനിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തെന്നും അയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കൂടി കേസിൽ പ്രതിയാക്കി പ്രോസിക്യൂട്ട് ചെയ്യണം, അയാളുടെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. അതനുസരിച്ച് SIT വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന കേസിൽ ഫെന്നി നൈനാനെതിരെയുള്ള പരാതി അന്വേഷിക്കുന്ന സമയത്ത് ഇത് കൈകാര്യം ചെയ്യുന്ന രാഹുലാണെന്നും രാഹുലിന് വേണ്ടിയാണ് ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇതിന് പിന്നിൽ രാഹുലാണ്, അതുകൊണ്ട് അയാളുടെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നു. കോടതി കഴിഞ്ഞ ദിവസം 30 ഏപ്രിലേക്ക് വെച്ചിരുന്നു. കോടതിയിൽ പ്രതിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നും പ്രതിഭാഗത്തിൻ്റെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കേണ്ട അടിസ്ഥാനത്തിൽ കേസ് മാറ്റിവെക്കേണ്ടി വന്നു കോടതിക്ക് എന്നുള്ളതാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. അങ്ങനെ കേസ് മെയ് 14 മാറ്റിയിരിക്കുന്നു. ഇതാണ് ഈ കേസിനകത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഒരു വ്യക്തിയെ നമുക്ക് പരാതി കൊടുക്കാം, ആ പരാതിയുടെ പുറത്ത് അയാൾ നേരിട്ടോ അല്ലാതെയോ നമ്മൾക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ, നമ്മളെ തേജോവധം ചെയ്യുന്ന ശ്രമങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ക്രിമിനൽ നടപടി അനുസരിച്ച് തന്നെ കേസ് കൊടുക്കാനും മൊഴിയെടുപ്പിക്കാനും ഒക്കെ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ ഒരു കേസ് കൊടുത്തു, അതിന് പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന സമയത്ത്
ഒരു സർക്കാർ ഏജൻസി സത്യസന്ധമല്ലാത്ത കാര്യവും കൊണ്ട് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കോടതിയുടെ മുമ്പിൽ സാധാരണ ജനങ്ങളെ, ഇപ്പോൾ എന്നെന്നോ നിങ്ങളെന്നുള്ളതല്ല, ഒരു വ്യക്തിയെ, ഏത് വ്യക്തിയായാലും അയാളെ വീണ്ടും വീണ്ടും കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് കേസിനെ നീട്ടിക്കൊണ്ടു പോകാനും അയാൾക്കോ അല്ലെ വാദിക്കോ പ്രതിക്കോ യാതൊരു ഗുണവും ചെയ്യാത്ത ഇത്തരം കേസുകൾ കോടതിയുടെ സമയം കളയും എന്നുള്ളതുകൊണ്ട് ശരിക്കും ഇങ്ങനെയുള്ള കേസുകളിൽ മുമ്പോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു വിഷയമായിരിക്കാം. ആ വിഷയത്തെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു അതിനെ വീണ്ടും പർവ്വതീകരിച്ച് നിൽക്കുക. പോകുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ ഒരു ആഗ്രഹമാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് കളയുകയെന്നും ഒക്കുമെങ്കിൽ അറസ്റ്റ് വീണ്ടും നടത്തുക എന്നുള്ള അയാളുടെ ഒരു ലക്ഷ്യമാണ്. ഇനിയുണ്ട് 2-3 ദിവസം പിണറായി വിജയൻ്റെ മുമ്പിൽ കാവൽ മന്ത്രിസഭ. അടുത്ത മന്ത്രിസഭ ഹാജരാവുന്നവരെ അല്ലെങ്കിൽ വരുന്നവരെ അദ്ദേഹത്തിൻ്റെ കാവൽ മന്ത്രിസഭയായിട്ടിരിക്കാൻ പറ്റും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കേസിൻ്റെ പരിസമാപ്തിയിലേക്ക് മറ്റ് 2 പേരും മാറി നിൽക്കുന്ന സമയത്ത് ഓരോരോ ദിവസങ്ങൾ ഓരോരോ പരാതിയുമായി വന്ന് രാഹുലിനെ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുക എന്ന ഒറ്റ ഉദ്ദേശമാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെയാകരുത്. നിയമം നടപ്പാക്കാൻ വേണ്ടി കോടതികളെ സഹായിക്കുകയാണ് ഒരു നല്ല അഡ്വക്കേറ്റിൻ്റെയും നല്ല അന്വേഷണ ഏജൻസിയുടെയും പ്രധാന കർത്തവ്യം എന്നുള്ളതാണ് സത്യം. അത് ഓർത്തുകൊണ്ട് വേണം ഓരോ കേസിനെ അവർ സമീപിക്കാൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നന്ദി, നമസ്കാരം.